EMI-യും സിബിൽ സ്കോറും രാജ്യത്തെ യുവതി യുവാക്കളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. ടാർഗറ്റ് പൂർത്തീകരിക്കാനാകാത്ത ചെറുപ്പം, അത് വിവിധ മേഖലകളിൽ അവർ ടാർഗറ്റ് പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുന്നു. വരുമാനം വർദ്ധിക്കുന്നില്ല, ജീവിത ചെലവ് ഉയരുന്നു. എന്നാൽ EMI, സിബിൽ സ്കോർ, ഇതിൻ്റെ എല്ലാം കിടന്ന് ഈ വീഷ്യസ് സർക്കിളിൽ കിടന്ന് ചെറുപ്പം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആ ചെറുപ്പത്തെ ആകെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ നയത്തിനെതിരെ, ഇത് 1991 ആരംഭിച്ച സാമ്പത്തിക നയത്തിൻ്റെ തുടർച്ചയാണ്. അത് അഗ്രസീവായി ഇന്ന് BJP തുടരുകയാണ്. ഈ നയത്തിനെതിരായ ശക്തമായ സമരങ്ങളിലേക്ക് ചെറുപ്പത്തെയാകെ അണിനിരത്താൻ ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മാസം 19-ാം തീയതി ഡൽഹിയിൽ വെച്ച് ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 19-ന്. സെപ്റ്റംബർ മാസം 11-ന് ആയിരക്കണക്കിന് യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ച് ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് DYFI സംഘടിപ്പിക്കും. ഈ വരുന്ന 2025 സെപ്റ്റംബർ മാസം 11-ന്. ഈ രണ്ട് പരിപാടികൾക്ക് മുന്നോടിയായി രാജ്യത്തെമ്പാടും ചെറുതും വലുതുമായ പരിപാടികൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം ആളുകളുമായിട്ടുള്ള എൻഗേജ്മെന്റ്. ഇപ്പോൾ വേറൊരു മേഖല ഞാൻ പറയാതെ പോയത് ഗിഗ് വർക്കേഴ്സാണ്. രാജ്യത്തിൻ്റെ ഗിഗ് എക്കോണമി ഈശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് തന്നെ 29 കോടിയോളം പേരാണ്. ഒരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷ അവർക്കില്ല. നല്ല എഡ്യൂക്കേറ്റഡായ ആളുകളാണ് ഊബറിൽ, സ്വിഗ്ഗിയിൽ, സൊമാറ്റോയിലൊക്കെ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗിഗ് വർക്കേഴ്സ്, അസംഘടിത മേഖലയിൽ നിൽക്കുന്ന ഒട്ടനവധി പേർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇന്നലെ ഡൽഹിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമരമായിരുന്നു. റീറ്റെയിൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന ചെറുപ്പം ജീവിക്കാൻ ഇന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ്. അതിനെതിരെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിയും രാജ്യത്ത് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ഇതിനോടനുബന്ധമായി സമാന മനസ്കരായ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളെയാകെ ഇതിനോട് കൂട്ടിച്ചേർക്കാനാണ് അതിന് DYFI നേതൃത്വം നൽകും. നേരത്തെ 1-2 സന്ദർഭങ്ങളിൽ, അഗ്നിപഥിനും അതിനുശേഷമുള്ള ചില സന്ദർഭങ്ങളിലും രാജ്യത്തെ ഇടത് യുവജന വിദ്യാർത്ഥി മൂവ്മെന്റുകളുടെ ഒരു വിപുലമായ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം DYFI നടത്തിയിരുന്നു. ആ സമയം ഇപ്പോഴും ആ ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ യുവജന വിരുദ്ധ നയങ്ങൾക്കെതിരെ സർവൈവ് ചെയ്യാൻ, ജീവിക്കാൻ ലോൺ എടുത്തേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഈ പുതിയ കാല പ്രതിഭാസത്തിനെതിരെ, തൊഴിലില്ലായ്മയ്ക്കെതിരെ ശക്തമായ സമരം യുവതി യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് രാജ്യത്തെമ്പാടും ഉയർത്തിക്കൊണ്ടുവരാനാണ് DYFI തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധമായി രാജ്യവ്യാപകമായി കാൽനട ജാഥകൾ, സെമിനാറുകൾ, ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ, അങ്ങനെ വിപുലമായ പരിപാടികൾ, പോസ്റ്റർ ക്യാമ്പയിനുകൾ, അങ്ങനെ വിപുലമായ പരിപാടികൾ ഏറ്റെടുക്കാനാണ് DYFI തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് പ്രധാനമായും നിങ്ങളോട് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ഭാഗമായി നിങ്ങളോട് പറയാനുള്ളത്. കേരളത്തിലെ മെമ്പർഷിപ്പും വർദ്ധിച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങൾ കേരളത്തിൻ്റെ ഒരു വലിയ സ്റ്റാഗ്നേഷനിൽ നിൽക്കുകയാണല്ലോ. കേരളത്തിൽ 20,000 യൂണിറ്റുകളാണ്. ഈ രാജ്യത്തെ ഏറ്റവും അധികം യൂണിറ്റുകൾ ഉള്ള സംസ്ഥാനമാണ് കേരളം. എല്ലാം വർധനവിൻ്റെ പാതയിൽ തന്നെയാണ്, ചിലത് സ്റ്റാഗ്നേഷൻ്റെ പാതയിലാണ്. ഞാൻ 2 സ്റ്റേറ്റുകൾ എടുത്തു പറഞ്ഞത്, ആ 2 സ്റ്റേറ്റുകളിൽ ഞങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങളുടെ വലതുപക്ഷം വലിയ തോതിൽ ആഘോഷിച്ച തിരിച്ചടികളായിരുന്നു. അപ്പോൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ചുകൊണ്ട് തിരിച്ചു വരാനാണ് ശ്രമിക്കുന്നത്. അത് ബംഗാളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെതിരെയും BJPക്കെതിരെയും ഉള്ള ശക്തമായ സമരത്തിന് അവിടെ നേതൃത്വം കൊടുക്കുന്നത് മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ DYFI ആണ്. യൂത്താണ് തെരുവിൽ. അതെല്ലാവരും റെക്കഗ്നൈസ് ചെയ്ത കാര്യമാണ്. അതിൻ്റെ സ്വാഭാവികമായ റിഫ്ലക്ഷൻ തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ സൂചിപ്പിച്ചു വന്നേ. ഇല്ല, വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട് പറയാം. വർക്കിംഗ് അവേഴ്സ് നിജപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമല്ല. നിലവിലുള്ള ലേബർ കോഡുകൾ പ്രകാരം വർക്കിംഗ് അവേഴ്സിൽ നിർദ്ദിഷ്ടമായ വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. ആ വർക്കിംഗ് അവേഴ്സ് വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഗവൺമെന്റ് വർക്കിംഗ് അവേഴ്സ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനെതിരെ കർണാടകയിലെ IT എംപ്ലോയീസ് വലിയ സമരം നടത്തി. അത് അവസാനം കെപ്റ്റിൻ അബയൻസിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പിന്മാറേണ്ടി വന്നു. എന്നാൽ മറ്റു ചില സംസ്ഥാനങ്ങൾ ഇതിനകം നടപ്പിലാക്കി. അതാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കേരളത്തിൽ
അങ്ങനെ വർദ്ധിപ്പിക്കാനൊരു നീക്കം, വർക്കിംഗ് അവേഴ്സ് നിയമാനുസൃതമായി തന്നെ വർദ്ധിപ്പിച്ചു കൊടുക്കാനൊരു നീക്കം നടക്കുന്നില്ല. നമ്മളിതിനെ കാണേണ്ടത് വേറൊരു തരത്തിലാണ്. ഇപ്പോൾ പല കമ്പനികളും IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ എവിടെയാണ്? പലരും ജോലി ചെയ്യുന്ന പ്രൊജക്റ്റുകൾ വിദേശ രാജ്യങ്ങളിലായിരിക്കും, അമേരിക്കയിലായിരിക്കാം, മറ്റ് യൂറോപ്യൻ കൺട്രികളിലായിരിക്കാം. ഈ പ്രൊജക്റ്റുകളിൽ ഏർപ്പെടുന്നവരുടെ പ്രശ്നം എന്താണ്? വർക്ക് ഫ്രം ഹോമാണ്. അവർ ഡേ ടൈം വർക്കുണ്ട്, ഓഫ് ടൈം വർക്കും ഉണ്ട്. ഇതിൽ എൻഗേജ് ചെയ്യേണ്ടി വരും. ശരി, എൻഗേജ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, എൻഗേജ് ചെയ്യാൻ ഒരാൾ വില്ലിംഗ് ആണെങ്കിൽ ശരി. പക്ഷേ അതിന് പ്രതിഫലം എന്താണ്? ഇപ്പോൾ ആഗോള തലത്തിൽ തന്നെ ഉയർന്ന വലിയൊരു മുദ്രാവാക്യം വി ഡോണ്ട് വാണ്ട് പിസ, വി വാണ്ട് സാലറി എന്നാണ്. ഞങ്ങൾ അധിക സമയമെടുത്താൽ, ജോലി ചെയ്താൽ പകരമായിട്ടൊരു പിസ കൂപ്പണല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് മതിയായ സാലറി ഇതാണ്. ആ സാലറി ഹൈക്ക് ഉണ്ടാകുന്നില്ല എന്ന് എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ സമ്മതിക്കുന്നു. വേജ് സ്റ്റാഗ്നേഷൻ നിൽക്കുകയാണ്, കോർപ്പറേറ്റ് ലാഭം ഉയരുകയും ചെയ്യുന്നു. എക്കണോമിക് സർവീസ് റിപ്പോർട്ട് വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങളും പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് എടുക്കേണ്ട ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഇതിന് ഈ വർക്ക് ലൈഫ് ബാലൻസ് എൻഷുർ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഹാപ്പിനെസ് ഇൻഡെക്സ് ഏറ്റവും ഒടുവിൽ UN ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത് പുറത്തിറക്കിയ ഒഫീഷ്യൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫിൻലാൻഡ് 1, ഇന്ത്യ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സബ്ജക്ട് ടു കറക്ഷൻ 126 വളരെ പിറകിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഹാപ്പിനെസ് സ്കോർ വർദ്ധിപ്പിക്കാൻ കഴിയുക? അപ്പോൾ രാജ്യത്തെ യുവത്വത്തെ അങ്ങനെ വിട്ടുകൊടുക്കരുത്. ഗവൺമെന്റിന് അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്.